ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 4 ദ ഹാപ്പി പ്രിൻസിൻ്റെ തേർഡ് പാർട്ട് നോക്കാം. ദ റൈറ്റർ, എഴുത്തുകാരൻ. ദ നെക്സ്റ്റ് മോർണിംഗ് ദ പ്രിൻസ് സെഡ്, സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, ഫാർ അവേ അക്രോസ് ദ സിറ്റി ഐ സീ എ യങ് മാൻ. പിറ്റേ ദിവസം രാവിലെ പ്രിൻസ് സ്വാലോനെ വിളിക്കണം. സ്വാലോ സ്വാലോ, ലിറ്റിൽ സ്വാലോ, ഞാൻ ആ സിറ്റിയുടെ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. He is leaning over a desk covered with papers. His hair is brown and crisp and his lips are red as pomegranate. He is trying to finish a play. Hunger has made him faint. ഞാൻ അവിടെ ഒരു ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ഡെസ്കിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് ഡെസ്കിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ആ ഡെസ്ക് നിറയെ പേപ്പറാണുള്ളത്. അവൻ്റെ തലമുടി നല്ല ബ്രൗൺ നിറമാണ്. അതുപോലെ അവൻ്റെ ചുണ്ട് നല്ല പോമിഗ്രാനേറ്റ്, മാതളത്തിൻ്റെ ചുവപ്പ് കളറാണ് അവൻ്റെ ചുണ്ടുകൾക്ക്. അവന് ഒരു പ്ലേ, അതായത് ഒരു ഡ്രാമ എഴുതി തീർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ വളരെയധികം വിശപ്പ് കാരണം അവനവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. ഐ വിൽ വെയിറ്റ് വിത്ത് യു ഹിയർ 1 night longer, സെഡ് ദ സ്വാലോ. ഓക്കെ, ശരി, ഞാൻ നിൻ്റെ കൂടെ ഇവിടെ ഒരു രാത്രിയും കൂടെ ഞാനിവിടെ താമസിക്കാം. എന്താണിപ്പോൾ നീ പറയുന്നത്? ആ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഷാൽ ഐ ടേക്ക് ഹിം അനദർ റൂബി, നിൻ്റെ കയ്യിലുള്ള മറ്റൊരു മാണിക്കക്കല്ലും കൂടെ ഞാൻ കൊണ്ട് കൊടുക്കട്ടെ? അലാസ്, ഐ ഹാവ് നോ റൂബി നൗ, സെഡ് ദ പ്രിൻസ്. മൈ ഐസ് ആർ ഓൾ ദാറ്റ് ഐ ഹാവ് ലെഫ്റ്റ്. അപ്പോൾ ഹാപ്പി പ്രിൻസ് പറയും, അയ്യോ, അതിന് എൻ്റെ കയ്യിൽ ഒരു റൂബിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഓൾറെഡി കൊടുത്തല്ലോ. ഇനി എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എൻ്റെ 2 കണ്ണുകളാണ്. കണ്ണുകൾ നീലക്കല്ല്, സഫയർ വെച്ചുണ്ടാക്കിയതല്ലേ, അതും വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളാണ്. They are made of rare sapphires brought out of India 1,000 years ago. Pluck out one of them and take it to him. അപ്പോൾ എന്താണ് ഹാപ്പി പ്രിൻസ് പറഞ്ഞത്? എൻ്റെ കണ്ണുകൾ സഫയർസ്, അതായത് നീല കല്ലുകളിലുണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അത് നല്ല വില കൂടിയ രത്നങ്ങളാണ്. അവ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു കാര്യം ചെയ്യ്, നീ അത് ഒരെണ്ണം കൊത്തിയെടുത്ത് കൊണ്ടുപോയി ആ ചെറുപ്പക്കാരന് കൊടുക്കൂ. ഡിയർ പ്രിൻസ്, സെഡ് ദ സ്വാലോ, ഐ കനോട്ട് ഡൂ ദാറ്റ്. ആൻഡ് ഹീ ബിഗാൻ ടു വീപ്പ്. അപ്പോൾ ആ സ്വാലോ പറഞ്ഞു, അയ്യോ പ്രിയപ്പെട്ട രാജകുമാരാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുരുവി കരയാൻ തുടങ്ങി. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, സെഡ് ദ പ്രിൻസ്, ഡു ആസ് ഐ കമാൻഡ് യു. സ്വാലോ, നീ വിഷമിക്കേണ്ട, നീ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. നീ എൻ്റെ കണ്ണ് കൊത്തിയെടുത്ത് അവന് കൊണ്ട് കൊടുക്കൂ. സോ ദ സ്വാലോ പ്ലഗ്ഡ് ഔട്ട് ദ പ്രിൻസസ് ഐ ആൻഡ് ഫ്ലൂ അവേ ടു ദ യങ് മാൻ. കണ്ടോ, ആ പിക്ചറിൽ കാണുന്ന പോലെ ആ സ്വാലോ ചെന്ന് ഹാപ്പി പ്രിൻസിൻ്റെ ഒരു കണ്ണ് കൊത്തിയെടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പറന്നുപോയി. ദ യങ് മാൻ ഡിഡ് നോട്ട് ഹിയർ ദ ഫ്ലട്ടർ ഓഫ് ദ ബേർഡ്സ് വിങ്സ്. വെൻ ഹീ ലുക്ക്ഡ് അപ്പ് ഹീ ഫൗണ്ട് ദ ബ്യൂട്ടിഫുൾ സഫയർ. ആ മനുഷ്യൻ അവിടെ ഇങ്ങനെ മേശയിൽ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയല്ലായിരുന്നോ, അതുകൊണ്ട് അവൻ ആ കിളി പറന്നു വന്നതൊന്നും കേട്ടില്ല. പക്ഷെ അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഈ ബ്യൂട്ടിഫുൾ സഫയർ, ആ വളരെ ഭംഗിയുള്ള ആ നീലക്കല്ല്. I am beginning to be appreciated, he cried. This is from some great admirer. Now I can finish my play. And he looked quite happy. ആ ചെറുപ്പക്കാരൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടേ? ഈ നീലക്കല്ലാണ്. ഓ, ഇത്രയും വില കൂടിയ ഈ രത്നം എൻ്റെ ആരാധകരാരോ എനിക്ക് വേണ്ടി അയച്ചതാണ്. അപ്പോൾ എൻ്റെ ഡ്രാമ കാണാനും എൻ്റെ പ്ലേ ഒക്കെ കാണാനും ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നോർത്തപ്പോൾ ആ ചെറുപ്പക്കാരന് കൂടുതൽ ഹാപ്പിയായി. അവൻ പെട്ടെന്ന് പോയി ബാക്കിയും കൂടെ എഴുതി തീർക്കാനായിട്ട് പോയി. ദ ലിറ്റിൽ ഗേൾ, ഒരു കൊച്ചു പെൺകുട്ടി. ദ നെക്സ്റ്റ് ഡേ ദ സ്വാലോ ഫ്ലൂ ബാക്ക് ടു ദ ഹാപ്പി പ്രിൻസ്. പിറ്റേ ദിവസവും സ്വാലോ തിരിച്ച് പ്രിൻസിൻ്റെ അടുത്ത് എത്തി. ഐ ഹാവ് കം ടു ബിഡ് യു ഗുഡ് ബൈ, ഹി ക്രൈഡ്. സ്വാലോ പറയും, ഞാൻ നിൻ്റെ അടുത്ത് വന്നത് നിന്നോട് ഗുഡ് ബൈ പറയാനാണ്. സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ, സെഡ് ദ പ്രിൻസ്, വിൽ യു നോട്ട് സ്റ്റേ വിത്ത് മീ 1 night longer? അപ്പോൾ ഹാപ്പി പ്രിൻസ് പറയും, സ്വാലോ നീ ഒരു കാര്യം ചെയ്യോ, ഇന്നൊരു ദിവസം കൂടെ, ഇന്നൊരു രാത്രി കൂടെ നിനക്ക് എൻ്റെ കൂടെ നിന്നൂടെ? ഇറ്റ് ഈസ് വിൻ്റർ ആൻസർഡ് ദ സ്വാലോ, ആൻഡ് ദ ചിൽ സ്നോ വിൽ സൂൺ ബി ഹിയർ. അപ്പോൾ സ്വാലോ പറയും, അയ്യോ ഇത് നല്ല തണുപ്പ് കാലമാണ്, ഇപ്പം പെട്ടെന്ന് തന്നെ നല്ല തണുപ്പാവും, സ്നോയും വരാൻ തുടങ്ങും. ഡിയർ പ്രിൻസ്, ഐ മസ്റ്റ് ലീവ് യു ബട്ട് ഐ വിൽ നെവർ ഫർഗെറ്റ് യു. അപ്പോൾ പ്രിയപ്പെട്ട രാജകുമാരാ, എനിക്ക് എന്തായാലും പോയേ പറ്റൂ, പക്ഷെ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. In the square below, said the prince, there stands a little match girl. നീ താഴോട്ട് നോക്കിക്കുക, ആ വീടുകൾക്കിടയിലായിട്ട് കാണുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടില്ലേ?
ഷീ ഹാസ് ലെറ്റ് ഹർ മാച്ചസ് ഫോൾ ഇൻ ദ ഗട്ടർ ആൻഡ് ദേ ആർ ഓൾ സ്പോയിൽഡ്. അവളൊരു മാച്ച് ഗേളാണ്, തീപ്പെട്ടി വിൽക്കുന്ന പെൺകുട്ടിയാണ്. അവൾ അറിയാതെ അവളുടെ കൈ തട്ടി ആ മാച്ചസൊക്കെ താഴെയുള്ളൊരു ഗട്ടറിൽ വീണുപോയി. അതെല്ലാം നനഞ്ഞു സ്പോയിലായി പോയിട്ടുണ്ട്. ഹെർ ഫാദർ വിൽ ബീറ്റ് ഹർ ഇഫ് ഷീ ഡസ് നോട്ട് ബ്രിങ് ഹോം സം മണി. അവളുടെ അച്ഛൻ അവളെ നല്ല തല്ലു കൊടുക്കും. കാരണം അവളുടെ അച്ഛൻ പറഞ്ഞത് ഈ തീപ്പെട്ടിയൊക്കെ വിറ്റ് ആ കാശുമായിട്ട് ചെല്ലാനാണ്. ആ തീപ്പെട്ടിയാണ് അവൾ ഗട്ടറിൽ കളഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞേക്കുന്നത്. അപ്പോൾ കാശില്ലാതെ തിരിച്ച് ചെന്നാൽ അവൾക്ക് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും. ഷീ ഹാസ് നോ ഷൂസ്, നോ സ്റ്റോക്കിങ്സ് ആൻഡ് നോ സ്വെറ്റർ. അവൾക്കാണെങ്കിൽ ഈ കൊടും തണുപ്പത്ത് അവൾ നിൽക്കുകയാണ്. പക്ഷെ അവൾക്കൊരു ഷൂ ഇല്ല, സ്റ്റോക്കിംഗ് ഇല്ല, സ്വെറ്റർ ഇല്ല, ഒന്നുമില്ല. പ്ലക്ക് ഔട്ട് മൈ ഐ. I cannot pluck out your eye. You would be quite blind then, said the swallow. ആ പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് നീ എൻ്റെ മറ്റൊരു കണ്ണില്ലേ അതും കൂടി കൊത്തിയെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാലോ പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് നിങ്ങളുടെ മറ്റൊരു കണ്ണും കൂടെ കൊത്തിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയി പോകും. പ്രിൻസിന് പിന്നെ കാണാൻ പറ്റുമോ 2 കണ്ണും കൊത്തിയെടുത്തു കഴിഞ്ഞാൽ? സ്വാലോ സ്വാലോ ലിറ്റിൽ സ്വാലോ സെഡ് ദ പ്രിൻസ്, ഡു ആസ് ഐ കമാൻഡ് യു. അപ്പോൾ പ്രിൻസ് പറയും, നിന്നോട് ഞാൻ പറഞ്ഞത് നീ ചെയ്യ്. So he plucked out Princess' other eye and darted down with it. He saw the girl. He slipped the jewel into the palm of her hand. അപ്പം സ്വാലോ എന്ത് ചെയ്തു? സ്വാലോ ചെന്ന് ആ കണ്ണും കൂടെ കൊത്തിയെടുത്ത് പറന്ന് ചെന്ന് ആ കുട്ടിയുടെ കയ്യിൽ ഈ സഫയർ വെച്ചു കൊടുത്തു. വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ്, ക്രൈഡ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് ഷീ റാൻ ഹോം ലാഫിങ്. അവളത് കണ്ടപ്പോൾ അയ്യോ എന്ത് രസമുണ്ട് ഇത് കാണാൻ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. Then the swallow came back to the prince. എന്നിട്ട് സ്വാലോ തിരിച്ച് പ്രിൻസിൻ്റെ അടുത്തെത്തി. യു ആർ ബ്ലൈൻഡ് നൗ, ഹി സെഡ്, സോ ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്. സ്വാലോ പറയും, ഇപ്പോൾ നിനക്ക് 2 കണ്ണും ഇല്ലല്ലോ, അപ്പോൾ നിനക്ക് കാണാനേ കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി നിന്നെ വിട്ട് പോകുന്നില്ല, നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നോ ലിറ്റിൽ സ്വാലോ, സെഡ് ദ പുവർ പ്രിൻസ്, യു മസ്റ്റ് ഗോ അവേ ടു ഈജിപ്റ്റ്. അപ്പോൾ പാവൻ രാജകുമാരൻ പറഞ്ഞു, വേണ്ട സ്വാലോ, നീ എൻ്റെ കൂടെ നിൽക്കേണ്ട, നീ ഈജിപ്തിലേക്ക് പോയേ മതിയാവും. ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്, സെഡ് ദ സ്വാലോ ആൻഡ് ഹീ സ്ലെപ്റ്റ് അറ്റ് ദ പ്രിൻസസ് ഫീറ്റ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ആ സ്വാലോ ചെന്നിട്ട് പ്രിൻസിൻ്റെ കാലിൽ പോയി കിടന്ന് ഉറങ്ങി. ദ സിറ്റി സൈഡ്സ്. ഡിയർ ലിറ്റിൽ സ്വാലോ, സെഡ് ദ പ്രിൻസ്, ഫ്ലൈ ഓവർ മൈ സിറ്റി ആൻഡ് ടെൽ മീ വാട്ട് യു സീ ദെയർ. സ്വാലോനോട് പ്രിൻസ് പറയും, നീ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ഈ പട്ടണത്തിന് ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് നീ എന്തൊക്കെ കണ്ടു എന്നുള്ളത് എന്നോടൊന്ന് പറയാമോ? ദ സ്വാലോ ഫ്ലൂ ഓവർ ദ ഗ്രേറ്റ് സിറ്റി ആൻഡ് സോ ദ റിച്ച് മേക്കിംഗ് മെറി വൈൽ ദ ബെഗേഴ്സ് വെർ സിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്സ്. കാശുള്ളവർ വളരെ സന്തോഷത്തിൽ കഴിയുന്നതും കാശില്ലാത്തവർ അവരുടെ വാതിൽക്കൽ യാചനയുമായി നിൽക്കുന്നതും കണ്ടു. ഹി ഫ്ലൂ ഇൻ ടു ദ ഡാർക്ക് ലെയിൻസ് ആൻഡ് സോ ദ വൈറ്റ് ഫേസസ് ഓഫ് സ്റ്റാർവിങ് ചിൽഡ്രൻ. എന്നിട്ട് അവൻ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയപ്പോൾ അവിടെ എന്താ കണ്ടത്? വിശപ്പ് കാരണം വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന കൊച്ചു കുട്ടികളുടെ മുഖം കണ്ടു. ദെൻ ഹി ഫ്ലൂ ബാക്ക് ആൻഡ് ടോൾഡ് ദ പ്രിൻസ് വാട്ട് ഹി ഹാഡ് സീൻ. എന്നിട്ട് ആ കുരുവി തിരികെ പറന്നെത്തി പ്രിൻസിനോട് പറഞ്ഞു അവൻ എന്തൊക്കെ കണ്ടു എന്നുള്ളത്. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ ഗോൾഡ്, സെഡ് ദ പ്രിൻസ്. യു മസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ് ലീഫ് ബൈ ലീഫ് ആൻഡ് ഗിവ് ഇറ്റ് മൈ പുവർ പീപ്പിൾ. ദേ ഓൾവേസ് തിങ്ക് ദാറ്റ് ഗോൾഡ് ക്യാൻ മേക്ക് ദം ഹാപ്പി. ഓക്കെ, നീ ഇത് ഇത്രയും പാവപ്പെട്ട ആളുകളെയൊക്കെ കണ്ട കാര്യം കുരുവി വന്നിട്ട് പ്രിൻസിനോട് പറയുമ്പം പ്രിൻസ് പറയും, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ബോഡി ഫുള്ളിങ്ങനെ ചെറിയ ഗോൾഡൻ ലീവ്സ് വെച്ച് കവർ ചെയ്തേക്കുന്നതല്ലേ, നീ ഈ ഗോൾഡൻ ലീവ്സൊക്കെ ഓരോന്ന് കൊത്തിക്കൊണ്ട് പോയിട്ട് ഈ പാവം പിടിച്ച ആളുകൾക്കൊക്കെ കൊടുക്കൂ. നമ്മുടെ നാട്ടുകാരുടെ വിചാരം എന്താണ്? അവർക്ക് സ്വർണം കിട്ടിയ അവർക്ക് സന്തോഷമാകുമെന്നാണ്. അപ്പോൾ നീ എൻ്റെ ദേഹത്തുള്ള ഓരോ സ്വർണ്ണയിലെയും കുത്തിക്കൊണ്ട് എന്ന് ഈ പാവം പിടിച്ച ആളുകൾക്ക് കൊടുക്കാൻ പറയും. Leaf after leaf of the fine gold the swallow picked off till the happy prince looked quite dull and grey. പ്രിൻസ് പറഞ്ഞതുപോലെ തന്നെ സ്വാലോ ഓരോ ഇലകളായിട്ട് പ്രിൻസിൻ്റെ ദേഹത്തുനിന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോയി സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് കൊടുത്തു. അങ്ങനെ എല്ലാ സ്വർണ്ണ ഇലകളും ദേഹത്തുനിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസ് ഇപ്പം ഭയങ്കര ഡള്ളായിട്ട് ഒരു ഗ്രേ കളറായിട്ട് മാറി. He took it to the poor and the children's faces grew rosier and they laughed and played games in the street. ഈ സ്വാലോ ഈ സ്വർണ്ണമൊക്കെ ഈ പാവം പിടിച്ച കുട്ടികൾക്കൊക്കെ കൊണ്ടു കൊടുത്തു. അവരിപ്പം നല്ല ആരോഗ്യവാന്മാരായി ഹാപ്പിയായി സന്തോഷത്തോടെ കളിച്ച് നടന്നു. വി ഹാവ് ബ്രെഡ് നൗ, ദേ ക്രൈഡ്. ഇപ്പം ഞങ്ങൾക്ക് ബ്രെഡ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഫുഡ് കിട്ടുന്നുണ്ടെന്ന് അവർ സന്തോഷത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.